ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകനിൻ താങ്ങും തണലുമാ. സുഭാഷിതം. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. Now the Lord had prepared a great fish to swallow Jonah, and Jonah was in the belly of the fish 3 days and 3 nights. ഒരു വലിയ സംഭവ ചരിത്ര കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വായിച്ച യോനാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ് എന്നാകുന്നു. യോനായുടെ പുസ്തകം എഴുതിയത് ആരാണെന്ന് 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമിതായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി എന്ന്. 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ഗത്ത് ഹേഫർക്കാരനായ അമിതായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം എന്നെഴുതിയിരിക്കുന്നു. ദൈവം ഈ പ്രവാചകന് ഒരു അസൈൻമെന്റ് കൊടുത്തു. 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിനവെ. അസീറിയ ഏകദേശം 300 വർഷം ലോക സാമ്രാജ്യമായി നിലനിന്നു. പിൽക്കാലത്ത് വടക്കൻ രാജ്യമായിരുന്ന ഇസ്രയേലിനെ അസീറിയക്കാർ അടിമത്തത്തിലാക്കി. ദുഷ്ടരായിരുന്ന നിനവേക്കാർ യോനായുടെ സ്വന്തം നാടിനെതിരായി ക്രൂരത കാട്ടുകയും അവരെ നശിപ്പിക്കുവാൻ സദാകാലം ശ്രമിക്കുകയും ചെയ്തിരുന്ന ഈ ശത്രു രാജ്യത്തിലേക്കാണ് യോനായെ ന്യായവിധിയുടെ സന്ദേശവുമായി ദൈവം അയക്കുന്നത്. ഒരുപക്ഷെ ഉള്ളിൽ ഭയം നിറഞ്ഞ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് തർശീശിലേക്ക് പോകുവാനുള്ള കപ്പൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ച് കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽ യാത്രക്കാരെല്ലാവരും ഭയപ്പെട്ട് രക്ഷിക്കുന്നതിന് വേണ്ടി അവരവരുടെ ദൈവങ്ങളോട് നിലവിളിക്കുമ്പോൾ യോന കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ മനസ്സിലാക്കിയ യോന കപ്പലിൽ യാത്ര ചെയ്തവരോട് പറഞ്ഞത്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനായെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. മഹാദയും ദീർഘക്ഷമയുമുള്ള ദൈവത്തിന് യോന നശിച്ചു പോകുന്നതിൽ ഇഷ്ടമില്ലായിരുന്നു. അതിനുവേണ്ടി ദൈവം ചെയ്ത പദ്ധതിയാണ് നാം വായിച്ച വാക്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. എത്രയോ പ്രാവശ്യം നാം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നു. നാം ചെയ്യുന്ന തെറ്റുകൾ നിമിത്തം എത്ര പ്രതിസന്ധികൾ നാം തരണം ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥമായി തങ്ങളുടെ കുറ്റം മനസ്സിലാക്കി യോനയെ പോലെ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കുന്നു. ഏത് പ്രതിസന്ധിയിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്? അതിനുണ്ടായ കാരണം എന്താണെന്ന് ഒന്ന് ചിന്തിക്കാമോ? ഒരുപക്ഷേ നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമുക്കറിയാം എന്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാരും നിരാശപ്പെട്ടു പോകേണ്ട. സ്നേഹനിധിയായ കർത്താവ് നിങ്ങൾ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. ഉള്ള അവസ്ഥ ദൈവത്തോട് ഏറ്റുപറയുക. വന്നുപോയ പാകപ്പിഴവുകളെല്ലാം ദൈവം ക്ഷമിക്കും. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, പല കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിത നൗക ആടി ഉലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.